നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നരേന്ദ്രമോദി കാലാവധി തികയ്ക്കുകയില്ല എന്നും മോദി സർക്കാർ ഒരു കൊല്ലത്തിനകം പരിപൂർണമായി താഴെ വീഴുമെന്നും രാജ്യത്ത് അടിയന്തരാവസ്ഥ നീക്കത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നും രാഹുൽ ഗാന്ധി എത്രത്തോളം കോൺഫിഡൻസോടെ ഇതിനു മുമ്പൊന്നും പറഞ്ഞിട്ടില്ല. മുൻപ് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം പല രീതിയിൽ മോദി സർക്കാരിനെ കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ ശാന്തമായി, വളരെ ഫാക്ച്വലായി തന്നെ രാഹുൽ ഗാന്ധി പറയുന്നു നരേന്ദ്രമോദിയുടെ കൃത്യമായിട്ടുള്ള പതനത്തിന് വഴിയൊരുക്കുന്ന തുറുപ്പ് ചീട്ട് തൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത്. നമുക്കറിയാം, നരേന്ദ്രമോദിയുടെ വിദേശ യാത്രകൾ എല്ലാം പൊള്ളയായ രീതികളാണ്. അതുകൊണ്ട് രാജ്യത്തിന് യാതൊരു പ്രയോജനമില്ല എന്നുള്ളത് മാത്രമല്ല, വെറും ഒരു കൊമേഡിയനായി ലോക ജനതയുടെ മുമ്പിൽ ഒരു കോമാളി വേഷം കെട്ടുന്ന രീതിയിലേക്കാണ്. ജോർജിയ മെലോനിക്കൊക്കെ മെലഡി ചോക്ലേറ്റ് കൊണ്ട് കൊടുത്ത് പൊട്ടിച്ചിരിക്കുകയും കുണുങ്ങിച്ചിരിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ഈ രീതിയെ സെൻസ് ഓഫ് ഹ്യൂമർ എന്നോ അല്ലെങ്കിൽ പൂക്കി PM എന്നോ ഒന്നും പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ നീക്കങ്ങളെ ലഘൂകരിക്കാൻ കഴിയില്ല. ഇതെല്ലാം പമ്പര വിഡ്ഢിതമായി മാത്രമേ രാജ്യത്ത് കൃത്യമായി നിരീക്ഷിക്കുന്നവർ നോക്കിക്കാണുകയുള്ളൂ. ഈ രാജ്യത്തിൻ്റെ കൃത്യമായ ഒരു ഡിഗ്നിറ്റി, ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം, ഈ രാജ്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന നാനാത്വത്തിൽ ഏകത്വം, മതേതരത്വം, സെക്യുലറിസം എന്ന വാക്ക്, പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിനെല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി കോപ്പ് കിട്ടിയിരിക്കുന്ന ഭരണാധികാരികൾ, അവരെ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ തന്നെ ഏറ്റവും ശക്തമായി ഊർജ്ജസ്വലമായി എത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൃത്യമായി കടമെടുത്താൽ താൻ മാത്രമായിരിക്കില്ല ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി നിൽക്കുന്നത്. ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ സ്വരം കടുക്കുകയാണ്. ഈ രാജ്യത്തുള്ള കൃത്യമായി ജുഡീഷ്യറിയെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടികളെയും എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു വലിയ മാസ് അജിറ്റേഷൻ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരെ വിരട്ടുകയും അവരെ നിലയ്ക്ക് നിർത്തി ഭരിക്കാം, കാലാകാലങ്ങളോളം ഭരിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് വെറും മിഥ്യാധാരണ മാത്രമാണെന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഉറക്കെ കൊടുക്കുന്ന ഇംപ്ലിക്കേഷൻസ് വളരെ ഡയറക്റ്റാണ്. അദ്ദേഹം വളരെ സ്ഫുടമായി തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുകയാണ്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള പ്രതിഷേധങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മുൻപ് കർഷക സമരം നടന്നപ്പോൾ നരേന്ദ്രമോദി ആന്തോളൻ ജീവി എന്ന് കർഷകരെ വിളിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ഈ രാജ്യത്തെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ, തൊഴിലില്ല, ആ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ മഹത്തായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിലനിൽക്കുന്ന നൂലാമാലകളുടെ പേരിൽ തൊഴിൽ യഥാസമയം ലഭിക്കാത്ത യുവാക്കളെ മുഴുവൻ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്വഭാവമാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നിലകൊണ്ടത് എന്ന് രാഹുൽ ഗാന്ധി വളരെ ശക്തിയായി പറഞ്ഞു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിനെ പോലൊരു പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് ഇല്ലായിരുന്നു. അതാണ് BJP ഇത്രത്തോളം മതിച്ച് മതോന്മത്തരാകാനുള്ള കാരണം പോലും.